തോട്ട് ഫോർ ദ ഡേ. പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ദേഹമായിരിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. വചനത്തിന്റെ വിശദീകരണം എങ്ങനെയാണ്? ഈ വചനം മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ വിവാഹത്തിന് ശേഷം പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. അവർ ഇരുവരും ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അവൻ അപ്പനെയും അമ്മയും വിട്ട് ഒരു പുതിയ കുടുംബം രൂപീകരിക്കണം. അവൻ ഭാര്യയോടൊപ്പം ചേർന്ന് ഒരു മനസ്സോടെ ജീവിക്കണം. അവർ ഇരുവരും ഒരു ദേഹമായി ദൈവം അനുഗ്രഹിക്കുന്നു. പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ദേഹമായിരിക്കും എന്ന് വചനം നമ്മെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വചനത്തിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് ചിന്തിക്കാം. സ്ത്രീ തന്റെ പിതൃഭവനത്തെ മറക്കണം. നിന്റെ ജനത്തെയും നിന്റെ പിതാവിന്റെ ഭവനത്തെയും മറന്നുകൊള്ളുക. സങ്കീർത്തനം 45-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു. വചനത്തിന്റെ വിശദീകരണം എങ്ങനെയാണ്? ഇത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നല്ല, പക്ഷേ പുതിയ കുടുംബത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുക, ഭർത്താവിനോടൊപ്പം ചേർന്ന് ജീവിക്കുക, പുതിയ വീടിനെ സ്വന്തം വീടായി കാണുക എന്നതാണ്. അതുപോലെ ഭർത്താവും ഭാര്യയെ പുറത്തുനിന്ന് വന്ന ഒരാളെ പോലെ കാണാതെ സ്വന്തം ജീവന്റെ ഭാഗം പോലെ സ്നേഹിക്കണം. ദൈവം ചേർത്ത ബന്ധം സ്നേഹത്തിലും ഐക്യത്തിലും വളരട്ടെ. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണമെന്ന വചനത്തിന്റെ പേരിലോ? ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുമെന്ന് എഫേസ്യർ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണുന്നു. വചനത്തിന്റെ വിശദീകരണം എങ്ങനെയാണ്? ഈ വചനം ചിലർ നിയന്ത്രണത്തിനുള്ള ലൈസൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കണം, നിനക്ക് സ്വാതന്ത്ര്യമില്ല, ഭർത്താവിനെ ഭയന്ന് ജീവിക്കണം. പക്ഷേ ദൈവം പറഞ്ഞത് സ്നേഹത്തിലുള്ള ഐക്യമാണ്, അടിമത്തം അല്ല. ഒരു ഭാര്യ ഭയന്ന് ജീവിക്കുന്ന വീട്ടിൽ അവളുടെ ആത്മാവ് പതിയെ തകരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ഭയമല്ല, സ്നേഹമാണ്, അടിമത്തമല്ല, ബഹുമാനത്തോടുള്ള ഐക്യമാണ്. ഭർത്താക്കന്മാരെ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കൂ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിനെന്ന് എഫേസ്യർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണുകയാണ്. വചനത്തിന്റെ ആത്മീയ അർത്ഥം എങ്ങനെയാണ്? ക്രിസ്തു സഭയെ വേദനിപ്പിച്ചില്ല, അപമാനിച്ചില്ല, ഭയപ്പെടുത്തി നിയന്ത്രിച്ചില്ല, പക്ഷെ സ്നേഹിച്ചു, ക്ഷമിച്ചു, ചേർത്തു പിടിച്ചു, തന്റെ ജീവൻ വരെ നൽകി അവരെ സ്നേഹിച്ചു എന്ന് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഭർത്താവെ, ഭാര്യയ്ക്ക് പണം മാത്രം മതിയാവില്ല, അവൾക്ക് വേണം നിങ്ങളുടെ സമയം, നിങ്ങളുടെ വാക്കുകൾ, ഞാനുണ്ടല്ലോ എന്നുള്ള ആശ്വാസം, വേദനിക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന കൈകൾ. ഫോൺ ചാർജ് ഇല്ലെങ്കിൽ ടെൻഷൻ ആവാറില്ലേ? എന്നാൽ ഭാര്യയുടെ ഹൃദയം തകരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? പക്ഷെ ഇത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ഭർത്താവ് ഭരിക്കുന്നവനല്ല, സ്നേഹത്തോടെ നയിക്കുന്ന ഒരു ആത്മീയ തലവനാവണം. സ്നേഹമുള്ള വീട്ടിൽ ദൈവം വസിക്കുന്നു എന്ന് നമുക്ക് വചനത്തിലൂടെ കാണാൻ കഴിയും. എങ്കിൽ മക്കളോ? അവർ ഒലിവ് തൈകളാണ്. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. സങ്കീർത്തനങ്ങൾ 128-ാം അധ്യായം 3-ാം വാക്യത്തിലുണ്ട്. വചനത്തിന്റെ വിശദീകരണം എങ്ങനെയാണ്? ഒലിവ് തൈ വളരാൻ സമയം വേണം, സ്നേഹം വേണം, കരുതൽ വേണം. അതുപോലെ മക്കൾക്ക് പണം മാത്രം പോരാ, അവർക്ക് വേണ്ടത് അച്ഛൻ്റെ സമയം അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം, പ്രാർത്ഥിച്ച് ഒരുമിക്കുന്ന ഒരു കുടുംബം. പക്ഷെ ഇന്ന് ചില കുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ പോലും സമാധാനമില്ല. മക്കളെ ഒലിവ് തൈകൾ പോലെ വളർത്താം, സ്നേഹവും സമയവും കരുതലും ഒക്കെ നൽകാം. ദൈവഭയമുള്ള കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുമെന്ന് നമുക്ക് വചനത്തിലൂടെ കാണാൻ കഴിയും. ഈ വചനങ്ങളാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാം. സ്നേഹത്തിന്റെ പേരിൽ ആത്മീയ നിയന്ത്രണം. എഫേസ്യർ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുതെന്ന വചനത്തിലുണ്ട്. സ്നേഹിക്കാം, ഉപദേശം നൽകാം, വഴികാട്ടാം, പ്രാർത്ഥിക്കാം. പക്ഷേ മക്കളുടെ വിവാഹ ജീവിതം നിയന്ത്രിക്കരുത്. ഓരോ കാര്യത്തിലും ഇടപെടരുത്. ഞാൻ പറയുന്നത് മാത്രം കേൾക്കണം എന്ന് നിർബന്ധിക്കരുത്. ചില മക്കൾ മാതാപിതാക്കളെ വെറുക്കുന്നില്ല, പക്ഷെ മനസ്സിലാക്കാത്ത സ്നേഹമാണ് അവരെ മൗനമായി അകറ്റുന്നത്. സ്നേഹം നൽകൂ, ബന്ധനമല്ല, വഴികാട്ടൂ, നിയന്ത്രണമല്ല, പ്രാർത്ഥിക്കൂ. അവരുടെ കൂടെ ഒന്ന് നിന്നു നോക്കൂ. നിങ്ങളുടെ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് നമ്മുടെ വചനം വ്യക്തമായി നമുക്ക് കാണിച്ചു തരികയാണ്. എന്നാൽ ചിലപ്പോൾ ഇവർ ആരുമായിരിക്കില്ല. കൂട്ടുകാർ നല്ലവരായിരിക്കാം, പക്ഷെ കുടുംബത്തിന്റെ സ്ഥാനം ആരും എടുക്കരുത്. ചീത്ത സംഗതി നല്ല സ്വഭാവങ്ങളെ നശിപ്പിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 33-ാം വാക്യത്തിലും ജ്ഞാനികളുടെ നടക്കുന്നവൻ ജ്ഞാനിയാകുമെന്ന് സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായം 20-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും. ഭാര്യയേക്കാൾ ഫോണിനെ ആശ്രയിക്കുന്നവർ
കുടുംബത്തേക്കാൾ കൂട്ടുകാരെ ആശ്രയിക്കുന്നവർ, പ്രാർത്ഥനയേക്കാൾ സോഷ്യൽ മീഡിയ ആഗ്രഹിക്കുന്നവർ, ദൈവത്തെക്കാൾ ലോകം, ഇവ മുൻഗണനയാകുമ്പോൾ ബന്ധങ്ങൾ പതിയെ തകരും. സ്നേഹം മൗനമായി മരിക്കും. വീടുകൾ ഒരുമിച്ച് താമസിക്കുന്നത് അന്യരായി മാറും. ദൈവത്തെ മുൻനിർത്തി കുടുംബത്തെ മുൻഗണന നൽകി ജീവിക്കുക. സ്നേഹവും പ്രാർത്ഥനയും ഒന്നായാൽ കുടുംബം സ്വർഗമാകും. കുടുംബം ദൈവം നൽകിയ അത്യന്തം വലിയ വരമാണ്. ഇന്ന് ചില കുടുംബങ്ങൾ സ്നേഹത്തിനല്ല ജീവിക്കുന്നത്, അഭിനയത്തിലാണ് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഹാപ്പി ഫാമിലി, പക്ഷെ വീട്ടിൽ ഈ ജനം അധരങ്ങളാൽ എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയമെങ്കിലും എന്നിൽ നിന്ന് ദൂരെയാകുന്നു. മത്തായി സുവിശേഷം 15-8 പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ഹാപ്പി ഫാമിലി ഫോട്ടോസ്, സ്വീറ്റ് പോസ്റ്റേഴ്സ്, പെർഫെക്റ്റ് ലൈഫ് പാർട്ട്ണർ, എവരി വൺ ഈസ് ഹാപ്പി. പക്ഷേ വീട്ടിൽ സംസാരമില്ല, സ്നേഹമില്ല, പ്രാർത്ഥനയില്ല, ഒരുമിച്ചിരിക്കാൻ പോലും സമയമില്ല. ഇന്ന് ചില കുടുംബങ്ങൾ ജീവിക്കുന്നില്ല, അഭിനയിക്കുകയാണ്. സ്നേഹം അഭിനയമല്ല, പ്രാർത്ഥന കുടുംബത്തിന്റെ ആത്മാവാണ്. സമയം സ്നേഹത്തിന്റെ ഉപഹാരമാണ്. ഒരുമിച്ചിരിക്കുക ബന്ധങ്ങൾ ബന്ധിപ്പിക്കലാണ്. യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കൂ, അഭിനയമല്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം. നമുക്കതിലേക്കൊന്ന് മടങ്ങി വന്നാലോ? ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടേണ്ട സമയമായി. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവിനെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ 3-19 കാണുന്നു. ഭർത്താക്കന്മാരെ, ഭാര്യയുടെ മൗന കണ്ണുനീർ കാണൂ. ഭാര്യമാരെ, ഭർത്താവിന്റെ മൗനവേദന മനസ്സിലാക്കൂ. പിതാക്കളെ, സ്നേഹത്തിന്റെ പേരിലുള്ള അമിത നിയന്ത്രണം വിടൂ. മക്കളെ, ഫോണിനേക്കാൾ കുടുംബത്തെ സ്നേഹിക്കൂ. കാരണം ഇന്ന് ചില വീടുകളിൽ എല്ലാവരും ഓൺലൈനിലാണ്, പക്ഷേ ഹൃദയങ്ങൾ ഓഫ്ലൈനാണ്. ഇപ്പോൾ തന്നെ മാറ്റം വരുത്താം. സ്നേഹത്തോടെ ജീവിക്കാം, ദൈവത്തോടുകൂടെ നടക്കാം. അവസാനമായി, നമ്മുടെ വ്യക്തിപരമായ ജീവിതം മാറുമ്പോൾ കുടുംബം മാറുന്നു. കുടുംബം മാറുമ്പോൾ സഭയിൽ മാറ്റം വരുന്നു. സഭ മാറുമ്പോൾ ലോകം മാറുന്നു. ലോകം മാറുമ്പോൾ അനേകർ നിത്യതയിലേക്ക് അവകാശികളാകുന്നു. വചനത്തെ കേൾക്കുവാൻ മാത്രമല്ല, അത് ചെയ്യുന്നവരായും ഇരിപ്പിനെന്ന് യാക്കോബിന്റെ ലേഖനം 1-22 പറയുന്നു. വചനം കേട്ട് കണ്ണുനീർ വാർക്കുന്നത് മാത്രം പോരാ, ജീവിതം മാറണം. ഇപ്പോൾ തന്നെ മടങ്ങി വരൂ. ഫോണിൽ നിന്ന് കുടുംബത്തിലേക്ക്, അഹങ്കാരത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക്, നിയന്ത്രണത്തിൽ നിന്ന് മനസ്സിലാക്കലിലേക്ക്, ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക്. കാരണം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വീട്ടിൽ മരിച്ചുപോയ സ്നേഹം വീണ്ടും ജീവിക്കും. തകർന്ന ഹൃദയങ്ങൾ വീണ്ടും ചേരും. കരഞ്ഞു തളർന്ന കണ്ണുകൾ വീണ്ടും ചിരിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.